നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത ഡിജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓർമ്മശക്തി വളർത്തിയെടുക്കുവാനുള്ള കുറച്ച് പരിശീലനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓർമ്മശക്തി കുറവാണ് അല്ലെങ്കിൽ ഭയങ്കര മറവിയാണ് എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഓടിക്കളിക്കാൻ പോയ പെണ്ണ് കാടിക്കുയിൽ വീഴുന്നു എന്ന അനുഭവമായിരിക്കും ഇത്തരക്കാർക്ക് പറയാനുണ്ടാവുന്നത്. ഓർമ്മശക്തിക്ക് ഒരു സവിശേഷതയുണ്ട്. അതിനെ മാനിക്കാത്തവരിൽ നിന്നും അത് വഴുതി മാറിക്കളയും. തനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്ന് മാത്രം സ്വയം പറയുകയും അങ്ങനെ ആയിത്തീരുന്നതായി ഭാവനയെ കാണുകയും ചെയ്യുക. വായിക്കുകയോ പഠിക്കുകയോ ചെയ്ത കാര്യം സ്വയം ഉരുവിടുകയും അതിൽ തന്നെ ഏകാഗ്രത പുലർത്തുകയും ചെയ്യുക. പഠിക്കുമ്പോൾ സർവ്വശ്രദ്ധയും അതിൽ തന്നെ കേന്ദ്രീകരിക്കണം. പഠിക്കുന്ന വിഷയം എന്തു തന്നെയായാലും അതിൽ താല്പര്യം കണ്ടെത്തുക. അത് തൻ്റെ ഹോബിയാണെന്നുള്ള മനോഭാവം വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. മടുപ്പ് തോന്നുമ്പോൾ പഠനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുക. ധൃതി വെച്ച് പഠിക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യവുമായി താരതമ്യപ്പെടുത്തി നോക്കുക. ഒരു വിഷയം ഒറ്റയിരുപ്പിൽ പഠിച്ചു തീർക്കാൻ നോക്കരുത്. അരമണിക്കൂറോളം ഒരു വിഷയം പഠിച്ചതിന് ശേഷം അല്പം വിശ്രമം എടുക്കുകയും അതിനുശേഷം അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ അല്പാൽപ്പം ഹൃദിസ്ഥമാക്കാൻ നോക്കാതെ അത് മുഴുവൻ പഠിക്കാൻ നോക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന്, ഒരു കവിത കാണാതെ പഠിക്കണമെന്നിരിക്കട്ടെ. ആദ്യത്തെ 2 വരി, അടുത്ത 2 വരി ഇങ്ങനെ പഠിക്കാൻ നോക്കാതെ കവിത ആദ്യം വായിച്ചു പഠിക്കും. കവിതയുടെ ആശയവും അർത്ഥവും മനസ്സിലാക്കി അത് ആസ്വദിക്കുകയും വേണം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും ഉണർന്നാൽ ഉടനെയും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുകയും നിലനിർത്തുകയും ചെയ്യും. പഠനത്തിന് ആ സമയങ്ങൾ നിർബന്ധമായും പ്രയോജനപ്പെടുത്തുക. സ്ഥലങ്ങളുടെയും ആളുകളുടെയും പേരുകൾ ഹൃദിസ്ഥമാകുന്നതിന് അവയുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ക്രമാനുഗതമായി കാണാതെ പഠിക്കുക. ഓരോ അക്ഷരവും ഏതു പേരിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നാൽ അവ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഈ കാര്യങ്ങൾ അതീവ ശ്രദ്ധ ചെലുത്തി പരിശീലിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറവിയെ വഴിപ്പാടകലെ നിർത്തുവാനും ഓർമ്മശക്തി വളർത്തിയെടുക്കുവാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.